കരീബിയൻ ജേഗ് സ്റ്റിക്ക് ഉണ്ട്, റോസ്റ്റഡ് പംകിൻ സൂപ്പ് ഉണ്ട്, സ്വീറ്റ് ചില്ലി ചിക്കൻ വിങ്സ്, ബോൺലെറ്റ് ഫ്രഞ്ച് ബ്രൗണി, റെഡ് ബബിൾ ടീ ആണ്. ഇതൊക്കെയാണ് ടേബിളിലെ കാഴ്ച. ഈ ഫുഡ് കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പേ ഇന്റീരിയലൊന്ന് കണ്ടിട്ട് വാ കേട്ടോ. ഇന്റീരിയൽ കാണാനായിട്ട് കുറേ ഉണ്ട്. ഗംഭീരം സൂപ്പർ. ലൈറ്റ് കണ്ടോ, കപ്പിനകത്തിലാണ് കൊടുത്തേക്കുന്നത്. 2 സ്പീക്കറിൻ്റെ ടൈപ്പ് സാധനത്തിലാണ് ടിഷ്യൂ പേപ്പർ വെച്ചേക്കുന്നത്. കുറേ സീറ്റിംഗ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ചെറിയ ഹോളുണ്ട്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇങ്ങനെ ഫംഗ്ഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ് കേട്ടോ. ഇന്റീരിയലൊക്കെ കണ്ടില്ലേ. ഇനി സ്പോട്ട് എവിടാന്ന് അറിയണ്ടായോ? തമ്മി ടൈൽസ് കോണ്ടിനെന്റൽ ഫൈൻ ഡൈൻ, തിരുവനന്തപുരം പട്ടം പൊട്ടക്കുഴി ജംഗ്ഷന്. ഗുഡ് വൈബ്സ് ഉള്ളി. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് രാത്രി 1 മണി വരെ ഉണ്ട്. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. എവിടാന്ന് അറിഞ്ഞു, എന്തൊക്കെ ഫുഡ് എടുത്തെന്ന് അറിഞ്ഞു. ഞാൻ എടുത്ത ഫുഡ് കൂടാതെ ക്രൗൺ കോഫി ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കോഫിക്ക് അത് നോക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഫി ഉണ്ട്. നമുക്കൊരു ഫാമിലി ആയിട്ട് വന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഷവർമയുണ്ട്. വിശേഷമൊന്നുമില്ല. അപ്പം നമ്മൾ എടുത്ത ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് നേരെ ടേബിളിലേക്ക് ഒരു ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബ്രെഡ് ഈ സൂപ്പിനകത്ത് മുക്കി കഴിക്കണം എന്നാണ് നിയമം. ഓക്കെ, മുക്കിയേ. മോനെ നോക്ക്, കഴിക്കട്ടെ, വിശക്കുന്നു. ചക്കനെ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതെന്തോ ടേസ്റ്റാണ് ഇതിന്. എന്താണ് ഇങ്ങനെ രുചിയുണ്ടോ? മൈ ഗോഡ്. സാധാരണ സൂപ്പ് ചുമ്മാതെ കൊടുക്കുമല്ലേ, ഈ സൂപ്പ് ഇങ്ങനെ ചുമ്മാതെ കൊടുത്തിരുന്നെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റ് ചെയ്തെന്തെങ്കിലും ബ്രെഡ് മുക്കി നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തില്ലായിരുന്നു. ഇതാണ് സൂപ്പ്. ഉണ്ടോ, കഴിച്ചു നോക്കട്ടെ. മത്തങ്ങയും കൊണ്ട് ഇങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ടേസ്റ്റി ആയിട്ട് എല്ലാ സ്പൈസസും വരുന്നുണ്ട്. കുരുമുളകൊക്കെ നമുക്ക് ഇങ്ങനെ നാവി കിട്ടും. കപ്പോടെടുത്ത് കുടിക്കാം. ഫിനിഷ്. ഇവരുടെ റൈസിൻ്റെ ഒരു കോംബോയാണ് കരീബിയൻ ജേഗ് സ്റ്റിക്ക്. അത് ചിക്കനാണ് വരുന്നത്. വെജിറ്റബിൾസ് വന്നിട്ടുണ്ട്, പിന്നെ റൈസ് തന്നിട്ടുണ്ട്, സലാഡ് തന്നിട്ടുണ്ട്, ഇതിൽ സോസും തന്നിട്ടുണ്ട്. ഒഴിച്ചിട്ട് റൈസ് മാത്രമായിട്ട് കഴിച്ചു നോക്കാം. യെസ്, ഹെർബ് റൈസാണ് വരുന്നത്. നമുക്ക് വേട്ട് വരുന്ന റൈസാണ്. ടേസ്റ്റിയാണ്. ഇതിനകത്ത് തന്നെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടാണ് അവർ എടുത്ത് വിട്ടേക്കുന്നത്. എന്തായാലും അത് ടേസ്റ്റിയാണ്. ചിക്കൻ എടുക്കാം, എന്നിട്ട് റൈസിനകത്ത് വെച്ചു. റൈസ് ഭയങ്കര ടേസ്റ്റാണ്. അർത്ഥത്തിൽ സ്പൂണും ഫോർക്കും ഒക്കെ ഇട്ടാണ് കഴിക്കേണ്ടത്. എവിടെ എൻ്റെ കാര്യമല്ലേ. നമുക്ക് കൈ കൊണ്ട് കോരി കഴിച്ചാൽ ഇതിൻ്റെ ഒരു ഗും കിട്ടും. ഈ വെജിറ്റബിളിൽ ആക്ച്വലി ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്, റൈസ് ഉണ്ട്. കഴിച്ചാൽ മതി. ഇറ്റാലിയൻ ടൈപ്പ് ഫുഡാണ്. ചിക്കനൊന്നും ഓവർ മസാലയൊന്നുമല്ല. വെജിറ്റബിളൊക്കെ നന്നായിട്ട് അതിനുണ്ട്. ലെറ്റ്യൂസും കുക്കുംബറും ഒനിയൻ സ്ലൈസും ബ്രോക്കോളിയെ ചിക്കൻ എടുക്കാം. ഭയങ്കര ഹെൽത്തി ഫുഡ് ഫീൽ ചെയ്യുന്നുണ്ട് കഴിക്കുമ്പോൾ. കാരണം ചിക്കനൊക്കെ ഒരു തുള്ളി എണ്ണയില്ല, സ്റ്റീം ചെയ്ത് തന്നേക്കുക ഗംഭീരമായിട്ട്. ഇവിടുന്ന് സ്വീറ്റ് ചില്ലി ചിക്കൻ വിങ്സ് എടുക്കാം. ആണ് മധുരമായിരിക്കും. എടുത്തിട്ട് അത് കഴിച്ചു നോക്കട്ടെ. കണ്ടിട്ട് കൊതി വരുന്നത്. നല്ല മധുരമുണ്ട്, വിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവരുടെ ഈ മസാലയും കൂടെ ആയപ്പോൾ അടിപൊളി. എരിവിൻ്റെ ഒരു അതിപ്രസരവും ഇല്ല കേട്ടോ. ചിക്കൻ വിങ്സ് ഒന്നുകൂടെ എടുക്കാം, കഴിക്കട്ടെ. ചിക്കൻ വിങ്സിൻ്റെ ജ്യൂസിയുടെ ഒരു ചിക്കൻ വിങ്സ് കാണണം. ഇതാണ് ചിക്കൻ വിങ്സ്. കണ്ടാൽ കൊതി വരുത്തില്ലേ. ചിക്കൻ വിങ്സിന് പ്രത്യേക ടേസ്റ്റ്. ആരും ചിക്കൻ്റെ വിങ്സ് അങ്ങനെ കഴിക്കാറില്ല. ചെറിയ പീസ് എന്തോ ഒഴിവാക്കാറുണ്ട്. ചിക്കൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള പീസ് വിങ്സാണ്. സ്പൂണും ഫോർക്കും നൈഫും ഒക്കെ സകല സാധനമുണ്ട്. എൻ്റെ
എന്തോ ഒരു വികാരമുണ്ട് ഈ സോസിന്. പുളി എരിവും അങ്ങനെ ഒന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ട് ഈ സോസിന്. എന്താ വന്ന ഒരു പിടുത്തവും ഇല്ല. ഫുഡ് പ്രസൻറ്റ് ചെയ്തേക്കുന്നതൊക്കെ ഗംഭീരമായിട്ടാണ്. ഈ പ്ലേറ്റൊക്കെ ഉണ്ടോ, ഒരു ലീഫിൻ്റെ കൂട്ടിരിക്കുന്ന പ്ലേറ്റ് എല്ലാം പ്ലേസ് ചെയ്തേക്കുന്നത് നല്ല ഗംഭീരമായിട്ടാണ്. അതുമല്ല ഇത്ര ഗംഭീര ഒരു ആംബിയൻസ് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇത് കഴിക്കാനും പറ്റും. ഒരാളും ഒരു ശല്യത്തിനും ഇല്ല. നമുക്ക് ടൈം എടുത്ത് ഓർഡർ ചെയ്ത് ഇത്ര ടൈമിനുള്ള ഫുഡ് വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഇന്ത്യയിൽ ഈ റെസ്റ്റോറൻറ്റും ഇഷ്ടപ്പെട്ടു, ഫുഡും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ടൈപ്പ് ബബിൾ ടീയിലേക്ക് കിടക്കാതെ ഇത് നമുക്ക് സ്പൂൺ എടുത്തേ പറ്റൂ. അതുകൊണ്ട് സ്പൂൺ എടുക്കുകയോ ഇത് എങ്ങനെ എടുക്കും? ക്രീമി ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. കഴിക്കട്ടെ. ഹൈലി റിസ്ക് ആയിരുന്നു. താഴെ പോലെ പോലെ ആ കിട്ടി. പിന്നീട് ഇലയൊക്കെ മോനെ ഹൈലി റിസ്ക് എടുത്തപ്പോൾ ഇത്രയും വന്നു. ഐസ് ക്യൂബ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. കുടിക്കുകയാണേ. ഈ മധുരമൊന്നുമില്ല. ബൗള് വരുന്നുണ്ടോ? വീണ്ടും ഞാൻ എൻ്റെ കരുത്ത് തെളിയിച്ചു. സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം മെൽറ്റായി പോയി. നമ്മൾ മറ്റേ കഴിച്ചു വന്നപ്പോഴത്തേക്കും ബ്രൗണി ഇവിടെ ഇരിപ്പുണ്ട്, ഐസ്ക്രീമും ഉണ്ട്. ക്രീമായിട്ടല്ല, ജ്യൂസ് ആയിട്ടിരിക്കുന്ന ഐസ്ക്രീം. ഭയങ്കര ടേസ്റ്റി ബ്രൗണി കേട്ടോ. ഐസ്ക്രീം മെൽറ്റായി പോയതുകൊണ്ട് നമുക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ മേടിച്ച് എൻ്റെ മേളിൽ ഇടാവേ. ചോദിച്ചിട്ടുണ്ട്, ഇപ്പം തരുവേ സ്കൂപ്പ് ഐസ്ക്രീം. മൈ ഗാഡ്. ഓക്കെ, വാനില ഐസ്ക്രീം ഇങ്ങനെ പൊളിച്ച് ബ്രൗണിയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തേടി എടുക്കണം. എന്നിട്ട് വാടാ നീ. ഈ ഐസ്ക്രീം കൂട്ടി കഴിച്ചില്ലാതെ ഭയങ്കര മിസ്സിങ് ആയി പോരാ കേട്ടോ. ഭയങ്കര നഷ്ടമായി പോരെ. ഐസ്ക്രീം വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോയി. ചക്കരെ ബ്രൗണി ഗംഭീര ടേസ്റ്റാണ്, പക്ഷെ അത്ര സോഫ്റ്റ് അല്ല, ഭയങ്കര ഹാർഡാണ്. ടേസ്റ്റില്ലേ അതിഭീകര ടേസ്റ്റ് ബ്രൗണിയുടെ. ബ്രൗണിക്ക് നല്ല മധുരവും. ഈ ബ്രൗണി ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. യെസ്, അങ്ങനെ ഇതും തീർത്തു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരു ഇറ്റാലിയൻ സ്റ്റൈൽ രീതിയിലുള്ള ഫുഡുകളാണ്, ടേസ്റ്റി ഫുഡാണ്, അതിന് സ്പൈസി ഇല്ല. വേറെ വിശേഷമൊന്നുമില്ല. വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചു. ടാറ്റ, ബൈ ബൈ.